സീറോ മലബാർ സഭയിലെ ആദ്യത്തെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയമായ കുറവിലങ്ങാട്ട് പള്ളിയിലെ ചരിത്ര പ്രസിദ്ധമായ പള്ളിമണികളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. കുറവിലങ്ങാട്ടിന്റെ വലിയൊരു അഭിമാനമായിട്ട് നിൽക്കുന്നതാണ് ഈ 3 മണികൾ. 1910 ജർമ്മനിയിൽ നിർമ്മിക്കാൻ ആരംഭിച്ച ഈ മണികൾ ഏതാണ്ട് 1911 കപ്പൽ മാർഗത്തിലാണ് ഇവിടേക്ക് എത്തിച്ചത്. ഏഷ്യയിലെ ഏറ്റവും വലിയ പള്ളിമണികളാണ് എന്നാണ് ഈ മണികളെ കുറിച്ച് പറയപ്പെടുക. അധികമാർക്കും അവകാശപ്പെടാനില്ലാത്ത ഒരുപാട് അർഹതകൾ ദൈവം കനിഞ്ഞു നൽകിയിട്ടുള്ള ഒരു പുണ്യസങ്കേതമാണ് കുറവിലങ്ങാട്. 1-ാം നൂറ്റാണ്ടിൽ തുടങ്ങുന്ന ക്രൈസ്തവ പാരമ്പര്യം കുറവിലങ്ങാടിന്റെ വലിയ പ്രത്യേകതയാണ്. പരിശുദ്ധ ദൈവമാതാവ് കുറവിലങ്ങാട് മുത്തിയമ്മ പ്രത്യക്ഷപ്പെട്ട് ചൂണ്ടിക്കാണിച്ച സ്ഥലത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ദേവാലയത്തിൽ ഓരോ ദിവസവും തുടരുന്ന അനശ്യൂതമായ തീർത്ഥാടക പ്രവാഹം കുറവിലങ്ങാട്ടെ ചരിത്രത്തോടുള്ള വലിയൊരു വന്ദനം കൂടിയാണ്. ലോകചരിത്രത്തിൽ ആദ്യത്തേതും ആവർത്തിച്ചുള്ളതുമായ മരിയൻ പ്രത്യക്ഷീകരണങ്ങളുടെ ഒരു പുണ്യഭൂമിയാണ് കുറവിലങ്ങാട്. ആദ്യ തദ്ദേശീയ മെത്രാന്റെയും 479 വർഷം തുടർച്ചയായി ശ്രാദ്ധം നടത്തി പോരുന്ന പുണ്യശ്ലോകൻ പനങ്കുഴിക്കൽ വല്ലിച്ചന്റെയും നിതീരിക്കൽ മാണിക്കത്തനാരുടെയും ഒക്കെ ജന്മഭൂമിയും കർമ്മഭൂമിയുമായി നിൽക്കാനുള്ള വലിയ ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള ഒരു മണ്ണാണ് കുറവിലങ്ങാട്. സീറോ മലബാർ സഭയിൽ തന്നെ ഒരു ദേവാലയത്തിന് നൽകുന്ന പരമോന്നത പദവിയായിട്ടുള്ള മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പദവി ആദ്യമായി സമ്മാനിക്കപ്പെട്ടത് കുറവിലങ്ങാട് ഇടവക ദേവാലയത്തിന്. നൂറ്റാണ്ടുകളോളം അഭിയുക്ത ക്രൈസ്തവ സഭയുടെ ഭരണത്തിന് നേതൃത്വം കൊടുത്തിരുന്ന അർക്കതിയാക്കോന്മാർ അന്തി ഉറങ്ങുന്ന പകലോമറ്റം തറവാട് പള്ളിയടക്കം ഇടവകയ്ക്ക് സമ്മാനിക്കുന്ന ചരിത്രപരമായ വലിയ പിൻബലം ഏറെയാണ്. വിശ്വാസ തീവ്രതയ്ക്കൊപ്പം തന്നെ ചരിത്ര പാരമ്പര്യവും കുറവിലങ്ങാടിൻ്റെ വലിയ പ്രത്യേകതയാണ്. ആന അകമ്പടി സേവിക്കുന്ന പ്രദക്ഷിണവും കടപ്പൂർ കരക്കാർ തലമുറകളായി പാരമ്പര്യ ബലങ്ങളെ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് അണുവിട തെറ്റാത്ത വിശ്വാസ പാരമ്പര്യങ്ങളെ ചേർത്തു നിർത്തിക്കൊണ്ട് സമഹിക്കുന്ന കപ്പൽ പ്രദക്ഷിണവുമൊക്കെ കുറവിലങ്ങാടിന്റെ പ്രത്യേകതയാണ്. കുറവിലങ്ങാട്ട് എത്തുന്ന ആളുകളെ സംബന്ധിച്ച് വലിയ ആകർഷകമായ ഒരു കാഴ്ചയാണ് പള്ളിയിലെ വലിയ മണികൾ. 5 മണികൾ കുറവിലങ്ങാടിന്റെ ചരിത്രത്തോട് ചേർന്ന് നിൽക്കുന്നു. ദേവാലയത്തിലെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടിരിക്കുന്ന എമ്മെ ദാലാഹ മണി, എമ്മെ ദാലാഹ എന്ന വാക്കുപോലും മാതൃഭക്തിയുടെ വലിയ ഉദ്ഘോഷമാണ് നടത്തുക. എമ്മെ ദാലാഹ എന്നത് ദൈവത്തിൻ്റെ അമ്മ എന്നാണല്ലോ മലയാള പരിഭാഷ. 16-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഈ മണിയിൽ എമ്മെ ദാലാഹ എന്ന് ആലേഖനം ചെയ്തിരിക്കുന്നു എന്നത് ഇവിടെ രൂഢമൂലമായിരുന്ന മാതൃഭക്തിയുടെ വലിയ തെളിവായി ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അതുമാത്രമല്ല, അതിനും അപ്പുറത്തേക്ക് ഇതിലെ ലിഖിതങ്ങൾ ഈ നാടിനെ ഒരു വിശുദ്ധ ഗ്രാമം എന്ന വിശേഷണം സമ്മാനിച്ചിട്ടുള്ളതും ഏറെ പ്രത്യേകതയാണ്. കുറവിലങ്ങാട് പട്ടണത്തിൽ ദൈവത്തിൻ്റെ അമ്മയായ മറിയത്തിൻ്റെ നാമത്തിലുള്ള വിശുദ്ധ ദേവാലയം എന്ന് ഈ മണിയിൽ എഴുതി ചേർത്തിട്ടുണ്ട്. 1584 നിർമ്മിതി എന്നും സാക്ഷ്യപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്ന് പോർച്ചുഗീസ് മണിയാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പോർച്ചുഗലിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള മണിയാണ്.
3 മണികൾ കുറവലങ്ങാട്ടേക്ക് കൊണ്ടുവന്നു എന്നും അതിലൊരു മണി യാത്രാമധ്യേ കടലിലേക്കും നഷ്ടപ്പെട്ടുവെന്നും ഒന്ന് കുറവലങ്ങാടിനും മറ്റൊന്ന് കടുത്തുരുത്തിക്കും സമ്മാനിക്കപ്പെട്ടു എന്നുള്ളതുമാണ് ഈ പോർച്ചുഗൽ മണിയോട് ചേർന്നുള്ള പ്രത്യേകത. ചരിത്രം നമ്മോട് ഇപ്പോഴും ഈ വിശ്വാസം സമ്മതിക്കുന്നു എന്നതിന് വലിയ തെളിവായാണ് ബിനാലയിൽ ഇത് സംബന്ധിച്ചൊരു പ്രദർശനം ഉൾപ്പെടുത്തിയിരുന്നു. ആ കടലിൽ അകപ്പെട്ടു പോയ മണിയുടെ ചരിത്ര തിരിശേഷിപ്പ് കണക്കെ ഒരു ദൃശ്യവൽക്കരണം വൈക്കത്ത് നടത്തിയിട്ടുണ്ട് എന്നുള്ളതും തലമുറകളായി വാമൊഴിയായി കൈമാറുന്ന ആ ഒരു വിശേഷണത്തിലേക്ക് നമ്മെ എത്തിക്കുന്നുമുണ്ട്. ഇതിലും അപ്പുറമാണ് ഏഷ്യയിലെ തന്നെ വലിയ 3 മണികൾ സൂക്ഷിക്കാനുള്ള വലിയ ഭാഗ്യം കുറവലങ്ങാടിന് കരഗതമായിട്ടുണ്ട് എന്നുള്ളത്. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ നാമധേയത്തിലുള്ള ചെറിയ പള്ളിയുടെ സമീപത്താണ് പ്രസിദ്ധമായ ഈ മണികൾ സൂക്ഷിച്ചിരിക്കുന്ന മണിമാളിക സ്ഥിതി ചെയ്യുന്നത്. ആയിരത്തി 1910 ജർമ്മനിയിലെ ബോഹൂമിലാണ് ഈ മണികൾ പണിതീർത്തത്. ബോഹൂമിൽ പണിതീർത്ത ഈ മണികൾ 1 വർഷം നീണ്ട പരിശ്രമങ്ങൾക്ക് ശേഷം 1911 കുറവലങ്ങാട്ട് എത്തിച്ചു. ഹാംബർഗ് വഴിയായിരുന്നു യാത്ര. ഇത് സംബന്ധിച്ച ചരിത്രരേഖകൾ ഇപ്പോഴും പള്ളിയുടെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. മാതൃഭക്തിയോട് ചേർന്ന് നിൽക്കുന്ന കുറവലങ്ങാടിന്റെ വിശ്വാസ ചരിത്രം തിരുക്കുടുംബ ഭക്തിയിലും ഏറെ പ്രസിദ്ധമാണ്. 1 നൂറ്റാണ്ട് മുമ്പ് 1911 കുറവലങ്ങാട്ട് 3 മണികൾ എത്തിച്ച് സ്ഥാപിക്കാനുള്ള തീരുമാനമെടുക്കുമ്പോൾ ഈ തിരുക്കുടുംബ ഭക്തിയും അതിൽ പരിലസിക്കുമാറുള്ള നിലപാടുകൾ അക്കാലത്തെ ഇടവക നേതൃത്വം സ്വീകരിച്ചു എന്നുള്ളതും വലിയ പ്രത്യേകതയാണ്. ഈ 3 മണികൾക്ക് നൽകിയിരിക്കുന്ന പേരുകൾ സുവ്യക്തമാക്കുന്നതും അതുതന്നെയാണ്. വലിപ്പത്തിൽ വ്യത്യാസമുള്ള ഈ മണികളിൽ ഒന്നാമത്തേതിന് നൽകിയിരിക്കുന്ന പേര് ഇമ്മാനുവൽ എന്നാണ്. രണ്ടാമത്തേതിന് പരിശുദ്ധ അമ്മയുടെ സ്മരണകളിലേക്ക്, മാതൃഭക്തിയിലേക്ക് ഏതൊരാളെയും ആകർഷിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് അമ്മയുടെ പേരാണ് നൽകിയിരിക്കുക. സെന്റ് മേരി മേജർ എന്നാണ് രണ്ടാമത്തെ മണിയുടെ പേര്. മൂന്നാമത്തേത് സ്വാഭാവികമായും നമുക്ക് ചിന്തയോട് ചേർത്ത് നിർത്താവുന്നതേ ഉള്ളൂ. ഈശോ മിശിഹായും പരിശുദ്ധ അമ്മയും കുറവലങ്ങാട് മുത്തിയമ്മയും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാറിയ ഔസേപ്പിനെയാണ് കൂട്ടുപിടിക്കേണ്ടുന്നത്. മൂന്നാമത്തെ മണിക്ക് നൽകിയിരിക്കുന്ന പേര് സെന്റ് ജോസഫ് എന്നാണ്. ആദ്യത്തെ മണി 1660 കിലോഗ്രാം തൂക്കമാണുള്ളത്. 59 ഇഞ്ച് വ്യാസമാണ് ഈ മണിക്കുള്ളത്. 59 ഇഞ്ച് വ്യാസം എന്ന് പറയുമ്പോൾ തന്നെ സ്വാഭാവികമായും ഈ മണിയുടെ വലിപ്പം നമുക്ക് ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. രണ്ടാമത്തെ മണിയുടെ, അതായത് സെന്റ് മേരി മേജർ മണിയുടെ തൂക്കം 1220 കിലോഗ്രാമാണ്. ആദ്യത്തേത് 1660 കിലോഗ്രാമാണ്, രണ്ടാമത്തേത് 1220 കിലോഗ്രാം. പ്രകടമായ വ്യത്യാസം കാഴ്ചയിൽ തന്നെ നമുക്ക് മനസ്സിലാകും. ആദ്യത്തേതിന് 59 ഇഞ്ച് വ്യാസമാണ് എങ്കിൽ രണ്ടാമത്തേതിന് 53 ഇഞ്ച് വ്യാസമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുക. മൂന്നാമത്തെ മണി, അതായത് സെന്റ് ജോസഫ് എന്ന പേരുള്ള മണി 780 കിലോഗ്രാം തൂക്കമാണ്. ഇതിന്റെ വ്യാസം 44 ഇഞ്ചാണുള്ളത്. ഇങ്ങനെ 3 മണികൾ ഏഷ്യയിലെ ഏറ്റവും വലിയ പള്ളിമണികൾ എന്ന ഖ്യാതിയോടെ സംരക്ഷിക്കപ്പെട്ട് പോരുകയാണ്. വിശേഷ അവസരങ്ങളിൽ മാത്രമാണ് ഈ മണികൾ മുഴക്കാറുള്ളത്. തിരുനാൾ വേള, ക്രിസ്തുമസ്, ഈസ്റ്റർ, അതായത് തിരുപ്പിറവിയോട് അനുബന്ധിച്ച്, ഉയർപ്പിനോട് അനുബന്ധിച്ച് ആണ് ഈ മണികൾ മുഴക്കാറുള്ളത്. മുൻകാലങ്ങളിൽ ഇത്രമാത്രം ആശയവിനിമയ സംവിധാനം ശക്തമല്ലാതിരുന്ന കാലങ്ങളിൽ ഞായറാഴ്ചയെ അറിയിച്ച് തലേ ദിവസത്തിൽ മണികൾ മുഴക്കിയിരുന്നുവെങ്കിലും
കുറച്ച് കാലങ്ങളായി ശനിയാഴ്ചകളിൽ ഞായറാഴ്ച വരവിനെ അറിയിച്ച് മണികൾ ഇങ്ങനെ മുഴക്കാറുണ്ട്. അതുപോലെ മാസാദ്യ വെള്ളിയാഴ്ച കുറവലങ്ങാടിന്റെ വലിയ തീർത്ഥാടക പ്രവാഹത്തിന്റെ ദിവസമാണ്. ആ അവസരത്തിലും പ്രത്യേകം അറിയിപ്പ് കണക്കെ മണികൾ മുഴക്കിയിരുന്നു. ഇപ്പോൾ ആശയവിനിമയ സംവിധാനത്തിലുള്ള വലിയ വളർച്ച കണക്കിലെടുത്താവാം ഈ അവസരങ്ങളിലും മണി മുഴക്കാറുണ്ട്. 40 മണി ആരാധന കുറവലങ്ങാടിന്റെ വലിയ ദിവികാരുണ്യ ഭക്തിയുടെ ഉദാത്തമായ ഒരു മാതൃകയും ഒരു നേരനുഭവവുമാണ്. ഈ വേളയിൽ മണികൾ മുഴക്കാറുണ്ട്. ഇങ്ങനെ വിശേഷ അവസരങ്ങളിൽ മുഴക്കുന്ന ഈ മണി ഏഷ്യയിലെ ഏറ്റവും വലിയ പള്ളിമണികൾ നാദം പൊഴിക്കുമ്പോൾ വിളിച്ചറിയിക്കുന്ന കുറവലങ്ങാടിന്റെ ചരിത്രത്തിലേക്കുള്ള വലിയ ഉത്കോർഷമാണ്. ദിഗന്ധങ്ങൾക്കും അപ്പുറത്തേക്ക് ഈ മണിനാദം കേൾക്കുമ്പോൾ ഇന്നലകളിൽ ഇതിനു വേണ്ടി പരിശ്രമിച്ച ആളുകളെ സ്മരിക്കേണ്ടതുമുണ്ട് തീർച്ചയായും. അക്കാലത്തെ പള്ളി യോഗവും ഇടവക നേതൃത്വവും വിശിഷ്യ അജമാലക ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരുന്നവരുമാണ് തീർച്ചയായും ഇതിനുള്ള പരിശ്രമങ്ങൾ ഒരു അന്യഭൂഖണ്ഡത്തിൽ നിന്ന് ഇവിടെ മണികൾ എത്തിക്കാനുള്ള യാത്രാ സൗകര്യങ്ങളും ഗതാഗത ക്രമീകരണങ്ങളും ഒക്കെ ഇപ്പോഴത്തേതുപോലെ ലഭ്യമല്ലാതിരുന്ന കാലഘട്ടത്തിൽ അതിനുവേണ്ടി നടത്തിയ പരിശ്രമങ്ങളെ പ്രത്യേകം ഓർമ്മിക്കേണ്ടതുണ്ട്. സാധാരണ മണികളൊക്കെ ഒരു കയറിൽ കെട്ടി ആ കയർ വള്ളി വലിച്ച് അടിക്കുന്ന ഒരു രീതിയാണ് സ്വീകരിക്കുക. പള്ളിമണികളേറെയും അങ്ങനെയാണല്ലോ. എന്നാൽ ഇവിടെ ഇതിൻ്റെ വലിപ്പം കൊണ്ടും ഘനം കൊണ്ടും ഗാംഭീര്യം കൊണ്ടുമാകാം ചവിട്ടിയാണ് ഈ മണികൾ അടിക്കുക. അത്തരത്തിലാണ് ഈ മണികളെ സൂക്ഷിച്ചിരിക്കുന്നതും ഉപയോഗിക്കാനുള്ള ക്രമീകരണം നടത്തിയിരിക്കുന്നതും. ഒരേ സമയം ഒരാള് മുകളിൽ കയറി കാലുകൊണ്ട് ചവിട്ടി മണി താഴ്ത്തി കൊടുക്കുമ്പോൾ മറ്റൊരാള് കയറുകൊണ്ട് അതിന് കുറച്ചുകൂടി ശക്തി സമ്മാനിച്ച് വലിച്ച് അടിക്കുന്ന രീതിയാണ് ഉള്ളത്. ഇത് കാണുന്നതിന് തന്നെ വിദേശങ്ങളിൽ നിന്നടക്കം ആളുകൾ ഈ മണി നമുക്ക് നിർമ്മിച്ചു നൽകിയ ജർമ്മനിയിൽ നിന്നടക്കമുള്ള ആളുകൾ പലപ്പോഴും പള്ളിയിലെത്തുന്നത് സാധാരണമായിട്ടുള്ള ഒരു കാഴ്ചയായിട്ടുണ്ട്. അതേപോലെ വിശേഷ അവസരങ്ങളെ അറിയിച്ച് ഉണർത്തായി അറിയിപ്പായി ഈ മണികൾ മുഴക്കുമ്പോൾ ഉദ്ഘോഷിക്കപ്പെടുന്നത് വിശ്വാസത്തിൻ്റെ വലിയ പ്രഖ്യാപനമായാണ് കുറവലങ്ങാട് മുത്തിയമ്മയുടെ മക്കളും കണ്ടുപോരുക. ഈ വലിയ മണികൾ കുറവലങ്ങാടിൻ്റെ ചരിത്ര തിരുശേഷിപ്പുകളിൽ ഒന്ന് മാത്രമാണ്. പഠിതാക്കൾക്കും ഗവേഷകർക്കും ചരിത്ര അന്വേഷികൾക്കും ഇതുപോലുള്ള ഒരുപാട് അവസരങ്ങളും സാഹചര്യങ്ങളും കാഴ്ചയ്ക്കും അനുഭവത്തിനും യോഗ്യമായിട്ടുള്ള ചരിത്രത്തിലേക്കുള്ള പിന്നടത്തത്തിന് വീതി ഒരുക്കുന്ന സാഹചര്യങ്ങളും ഏറെയുണ്ട് എന്നുള്ളതും പ്രത്യേകം സ്മരിക്കേണ്ടതുണ്ട്. കുറവലങ്ങാടിൻ്റെ ഇപ്പോഴത്തെ അജപാലക നേതൃത്വം ആദരണീയ ആർച്ച് പ്രീസ്റ്റ് റവറൻഡ് ഡോക്ടർ തോമസ് മേനാച്ചേരിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ചരിത്ര വസ്തുതകളെ പഠിക്കാനും അപഗ്രഥിക്കാനും ഗവേഷക കുതൂഹികൾക്ക് അവസരം സമ്മാനിക്കാനുമുള്ള വലിയ പരിശ്രമങ്ങൾ വളരെ നല്ല രീതിയിൽ നടന്നു വരുന്നു എന്നതും ഏറെ സ്മരണീയവും ഇക്കാര്യത്തിൽ ദൈവിക ഇടപെടലുകളിൽ പ്രത്യേകം നന്ദി അർപ്പിക്കേണ്ടതിൻ്റെ അനിവാര്യതയും നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്.